എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുകയാണ്. 2023 നമ്മെ വിട്ട് കടന്നുപോയി. 2023 വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ അഭിമുഖീകരിച്ചവരാണ് നാം. എന്നാൽ അനർത്ഥം വ്യസനകാരണമാകാതെ വണ്ണം ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിന് കീഴിൽ നാം ആയിരുന്നു. എന്നിട്ട് പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുവാൻ, ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയാണ് ഈ തിരുവെഴുത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിൽ ലാസർ എന്ന് പറയുന്ന ഒരുത്തൻ ദീനമായി കിടക്കുന്നു എന്നാണ്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: കർത്താവ് വഴി പോകയിൽ ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൽ മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ യേശുവിനെ കൈക്കൊണ്ടു. അവളെ വീട്ടിൽ പ്രവേശിക്കുവാനായിട്ടുള്ള അനുവാദം കർത്താവിന് കിട്ടി. അവൾക്കൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ പേര് മറിയ എന്നാണ്. മാർത്ത വളരെയധികം ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്: ഗുരു, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്നാൽ എൻ്റെ സഹോദരിയായിരിക്കുന്ന മറിയയെ എന്നെ സഹായിപ്പാനായിട്ട് അയക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ അവിടെ കർത്താവ് പറയുന്ന മറുപടി നമുക്ക് രസകരമായി തോന്നിയാലും കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ദൗത്യം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ ഉദ്ദേശങ്ങൾ എന്താകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ കർത്താവ് പറയുന്നു: മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുകയാണ്. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് ആരും അപഹരിക്കുകയില്ല എന്നാണ്. ഈ കുടുംബത്തിൽ 2 പ്രതിനിധികളെ കാണുവാൻ കഴിയുന്നു. ഒന്ന്, കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മുടക്കുന്ന, ചിലവാക്കുന്ന വ്യക്തിയായി മാർത്തയെ കാണുവാൻ കഴിയുന്നു. മറിയെ നാം കാണുന്നത് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവളായിട്ട് കാണുവാൻ കഴിയുന്നു. ഈ 2 വ്യക്തികളാണ്. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന വ്യക്തികളെയാണ്. അവൻ സമർപ്പിക്കപ്പെടണമെങ്കിൽ തിരുവെഴുത്തിനെ ശരിയായി ഉൾക്കൊള്ളുവാനായിട്ട് തീരണം. തിരുവെഴുത്തിനെ ശരിയായി ഉൾക്കൊള്ളുന്ന വ്യക്തികൾ പ്രതിസന്ധികളിൽ പതറിപ്പോവുകയില്ല. കർത്താവിന് വേണ്ടി വളരെയധികം ചിലവിടുകയും അധ്വാനിക്കുകയും എല്ലാം ചെയ്ത മാർത്തയ്ക്ക് കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന ഇമ്പം മൊഴികൾ കേൾക്കുവാൻ തക്കവണ്ണമുള്ള അവസരത്തേക്കാൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവളായി തീരുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ട എന്നല്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരുവെഴുത്തുകളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. നമ്മൾ തിരുവെഴുത്തുകളെ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ഉൾക്കൊണ്ട ദൈവിക സത്യങ്ങൾ നമ്മിൽ നിന്ന് മോഷ്ടിപ്പാൻ കഴിയുകയില്ല. മാർത്ത എന്തെല്ലാം കരുതി വച്ചാലും അത് അപഹരിക്കപ്പെടുന്ന ഒന്നാണ്. എന്നാൽ മറിയ ഉൾക്കൊണ്ട ദൈവിക സത്യങ്ങൾ അവളുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല. മാത്രമല്ല, പ്രതിസന്ധികളിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവൾ വിധേയപ്പെട്ടു നിൽക്കും. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് മനസ്സിലാക്കുക: വേദപുസ്തകത്തെ അല്ലെങ്കിൽ കർത്താവിനെ ഉൾക്കൊണ്ട് കർത്താവിൻ്റെ ഇമ്പം മൊഴികൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തിപ്പാനായിട്ടുള്ള വലിയ തീരുമാനം ഈ ശബ്ദ കേൾവി കൊണ്ട് പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകട്ടെ. അതനുസരിച്ച് ചില വിടുതലുകൾ ഈ ദിവസങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കും.